Hi, welcome to Mid-Wicket Sports Blog. Okay, only talking about the World Cup 2026 അല്ലേ? അപ്പോൾ വേൾഡ് കപ്പ് ആയിട്ടുള്ള സഞ്ജു സാംസൺ ആണ് ഇപ്പോഴത്തെ താരം. സഞ്ജു സാംസൺ ഇപ്പോഴത്തെ നല്ല സഞ്ജു സാംസൺ എപ്പോഴത്തെയും താരമാണ്. പക്ഷെ ചില ആൾക്കാരുടെ മൈൻഡിലേക്കും ചില ആൾക്കാരുടെ വീക്ഷണത്തിലേക്കും ചില ആൾക്കാരുടെ വിഷനിലേക്കും സഞ്ജു സാംസൺ എത്തിയിട്ടില്ല എന്നേ ഉള്ളൂ. ആക്ച്വലി സഞ്ജു സാംസൺ ഈസ് വൺ ഓഫ് ദി ബോൺ ടാലന്റ് ആണ്. ബോൺ ടാലന്റ് അത് ഒരുപാട് ആൾക്കാർ ഈവൻ അന്താരാഷ്ട്ര ഒരുപാട് താരങ്ങളും വിരമിച്ച താരങ്ങൾ ലെജൻഡ്സ് എന്ന് നമ്മൾ പറയുന്ന ഒരുപാട് താരങ്ങളൊക്കെ സഞ്ജുവിൻ്റെ ഇപ്പോഴത്തെ കളിനെ കുറിച്ചിട്ടല്ല, വളരെ മുമ്പ് സഞ്ജു ചെറിയ വയസ്സിൽ 18-ാമത്തെ വയസ്സിൽ 19-ാമത്തെ വയസ്സിലെല്ലാം സ്പെയിൻ സൗത്ത് ആഫ്രിക്കൻ്റെ വൺ ഓഫ് ദി എക്കാലത്തെയും സൗത്ത് ആഫ്രിക്കൻ എന്നല്ല വേൾഡിലെ തന്നെ ഏറ്റവും കൂടുതൽ വിക്കറ്റ് എടുത്ത ടെസ്റ്റ് ബോളർ സ്റ്റെയിൻ്റെ എല്ലാം പീക്ക് ടൈമിന് വളരെ കൂളായിട്ട് ബൗണ്ടറിയിലേക്ക് അത്ര വേരിയേഷൻ എടുക്കുന്ന. അപ്പൊ സഞ്ജുവിന്റെ ഒരു ബോൺ ടാലന്റ് മനസ്സിലാക്കാത്തത് എന്തുകൊണ്ടാണെന്ന് വാട്ട് യു തിങ്ക്? എനിക്ക് എന്ത് തോന്നുന്നു? എനിക്ക് മനസ്സിലാക്കിയിട്ടില്ലെന്നല്ല, അതിൻ്റെ ഇടയിൽ ഒരുപാട് ചാൻസസ് കിട്ടിയിട്ടുണ്ട്. പക്ഷെ അത് ഒരു കൺസിസ്റ്റന്റ് ആയിട്ട് മുതലാക്കിയിട്ടില്ല എന്നുള്ളൊരു അഭിപ്രായം. ഇതിൻ്റെ ഇടയ്ക്ക് തന്നെ ന്യൂസിലാൻഡ് സീരീസ് നോക്കിയത്, അതിന് മുമ്പാണെങ്കിലും ഒരു സെഞ്ചുറി അടിക്കുകയാണെങ്കിലും അല്ലെങ്കിൽ ഒരു ടോപ്പ് സ്കോർ വരാണെങ്കിൽ പിന്നെ ഒരു രണ്ടൊക്കെ കാണാത്ത കുറച്ച് മാച്ചസ്, അപ്പം അത് കൊണ്ടായിരിക്കും ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ ട്രോളിലാണെങ്കിലും സഞ്ജു സാംസന് പകരം ബെഞ്ചു സാംസൺ വരെ ട്രോളിൽ ഒരുപാട് വേർഡ്സ് ഒക്കെ യൂസ് ആക്കിയിട്ടുണ്ട്. പക്ഷെ ഭയങ്കര സഹതാപവും ഇതൊക്കെയാണ് അങ്ങനെ പറയുന്ന ആൾക്കാർ. ലാസ്റ്റത്തെ ഒരു 3 മാച്ചസ് അത് കാരണം ആ ഒരു മാച്ചസ് ഇന്നിങ്സ് ഇല്ലെങ്കിൽ, കാരണം ഞാനിപ്പോൾ നടുക്കായിരുന്നു സഞ്ജു സാംസൺ ഓപ്പർച്യൂണിറ്റീസ് കിട്ടുന്നുണ്ട് അത് പ്രോപ്പറായിട്ട് യൂസ് ചെയ്യുന്നില്ല ആ ഒരു ടോപ്പ് ഒപ്പീനിയൻ ആയിരുന്നു. പക്ഷെ ലാസ്റ്റത്തെ ഒരു 3 മാച്ചിൽ നമുക്ക് മനസ്സിലായത് ആ ഒരു മാച്ചസ് ഈവൻ ലാസ്റ്റത്തെ 3 മാച്ചിൽ ഒരു മാച്ച് പോലും വിത്തൗട്ട് സഞ്ജു സാംസൺ ജയിക്കാൻ പറ്റില്ലായിരുന്നു. ഇമ്പോസിബിൾ ആണ്. കാരണം അതൊരു വെരി വെരി ഇമ്പോർട്ടന്റ് ആയിട്ട് തോറ്റു നിൽക്കുന്നു, സൗത്ത് ആഫ്രിക്കയോട് തോറ്റു നിൽക്കുമ്പോൾ സഞ്ജു വരുന്നു, അത് ഒരു മൈറ്റി വെസ്റ്റ് ഇൻഡീസിനാണ് തല്ലി തകർത്തത്. അത് ഒരു 1 man ഷോ ആയിരുന്നു, ഒരു കാമായി കളിച്ചു. എക്സാക്ട്ലി. അതിനുശേഷമുള്ള സെമി ഫൈനൽ ഇംഗ്ലണ്ടിനെതിരെ ഇംഗ്ലണ്ടിന്റെ ബോളേഴ്സിനൊക്കെ ആർച്ചറിനൊക്കെ കൂളായിട്ട് അടിച്ച് വെളിയിലിട്ട് 89 ക്യുക്കായിട്ട് ഒരു ഓപ്പണർ നല്ലൊരു സ്റ്റേറ്റ്മെന്റ് കൊടുത്ത് വേറെ സെറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള. അപ്പോൾ ഓട്ടോമാറ്റിക് ന്യൂസിലാൻഡ് പേടിച്ചു. ന്യൂസിലാൻഡ് പിന്നെ എന്തായാലും ആ ഒരു ഫ്ലോയിൽ പോകുമ്പോൾ തന്നെ 90 റൺസിന് തോപ്പിച്ച് വലിയ സംഭവമൊന്നുമല്ല. കാരണം ഒരു ത്രില്ലർ കംബാക്ക് ആണ് ചെയ്തിട്ടുള്ളത്. അത് അപ്പോഴാണ് നമ്മള് ആ ODIന്റെ ഒരു ടോക്കും കൂടി വരുന്നുള്ളൂ. ODIയില് അവസാനം കളിച്ച കളിയിൽ സഞ്ജു സെഞ്ചുറി അടിച്ചിട്ടുണ്ട്. സൗത്ത് ആഫ്രിക്കക്കെതിരെ സെഞ്ചുറി അടിച്ചിട്ട് വരെ സ്റ്റിൽ അതിന് കഴിഞ്ഞിട്ടുള്ള ഒരുപാട് ടൂർണമെന്റ്സിൽ പ്ലേയിങ് 11 ഇല്ലെങ്കിൽ പ്ലേയിങ് സെലക്ഷൻ ചെയ്യുന്ന പ്ലേയിങ് സ്ക്വാഡിൽ കിട്ടിയിട്ടില്ല എന്നുള്ളത് വളരെയധികം അതിലെന്തെങ്കിലും ഉണ്ടാവും. പക്ഷെ സ്റ്റിൽ അതല്ല, ഇപ്പൊ ഒരു വലിയൊരു ക്രിക്കറ്റ് ഫാൻസ് ഓൾ ഓവർ ദ വേൾഡ് പറയുന്നത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ആഫ്റ്റർ വിരാട് കോഹ്ലി ആൻഡ് ആഫ്റ്റർ രോഹിത് ശർമ്മ ഏറ്റവും വലിയ ഫാൻ ബേസ് ആൾക്കാർക്ക് എന്റർടൈൻ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ബാറ്റിംഗ് ശൈലി കൊണ്ടും അതൊരു എന്റർടൈൻ ആക്കി മാറ്റുന്ന സഞ്ജു സാംസൺ തന്നെയാണ്. അപ്പൊ ഇപ്പൊ ആൾക്കാരെല്ലാം വിലയിരുത്തുന്നത് ഈ ലാസ്റ്റത്തെ 3 മാച്ചിന്റെ ഇന്നിങ്സിലാണ് ഒരു ഹ്യൂജ് ഫാൻസ് സഞ്ജുവിലേക്ക് തിരിഞ്ഞത്. പക്ഷേ എങ്കിൽ ആ ഒരു 3 മാച്ചിന് മുമ്പ് വരെയും സഞ്ജുവിന് ഒരു വലിയ ഫാൻ ബേസ് ഉണ്ട്. കാരണം അതല്ല, ഇന്റർനാഷണലി സഞ്ജു ആകെ 60 മാച്ചസ് എങ്ങാനും കളിച്ചിട്ടുള്ളൂ. അത് 20 ആണ്, 60 പിന്നെ കുറച്ചുകൂടി എങ്ങാനും കളിച്ചിട്ടുള്ളൂ. പക്ഷെ കമ്പയർ ചെയ്യുമ്പോൾ ബാക്കി പ്ലേയേഴ്സ് ഒക്കെ ഒരുപാട് വേൾഡ് കപ്പ് ടൂർണമെന്റിന് മുമ്പ് 50 മാച്ചസ് അത്ര കളിച്ചിട്ടുള്ളൂ. പക്ഷെ മറ്റുള്ള ഫോളോവേഴ്സ് ഉള്ള ഒരുപാട് പ്ലേയേഴ്സ് ഒരുപാട് മാച്ചസ് കളിച്ചിട്ടുണ്ട്. ODI ആണെങ്കിലും പിന്നെ 20 ആണെങ്കിലും ടെസ്റ്റ് ആണെങ്കിലും അങ്ങനെ ഒരുപാട് മാച്ചസ് കളിച്ച ആൾക്കാർക്കുള്ള ഫോളോവേഴ്സ് അതിന് കൂടുതൽ സഞ്ജുവിനുണ്ട്. അതിന് കാരണം അത്രയധികം ഇമ്പാക്ട്. കാരണം ഇപ്പൊ ഒരു പ്ലേയിങ് 11 ഇപ്പൊ സഞ്ജു ആരെങ്കിലും റീപ്ലേസ് ചെയ്തിട്ട് സഞ്ജു സാംസൺ കമ്മിങ് എന്ന് പറയുമ്പോൾ തന്നെ ഗാലറി മൊത്തം കൂവി വിളിക്കാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതൊരു ഇൻസ്റ്റാഗ്രാമിലുള്ളതിൽ ഫോളോവേഴ്സ് മാത്രമല്ല, ജെന്യൂൻ ആയിട്ടുള്ള ഒരുപാട് ക്രിക്കറ്റിനെ സ്നേഹിക്കുന്ന ഒരുപാട് ഫോളോവേഴ്സ് സഞ്ജു സാംസൺ പ്രൂവ് ആയിട്ടുള്ളതാണ്. ഇവർക്ക് റീസൺ ആയിട്ട് പ്രൂവ് ആയിട്ടുണ്ടാവും. ഇന്റർനാഷണൽ ഇപ്പൊ ഒരുപാട് പാകിസ്ഥാന്റെ പ്ലേയേഴ്സ് ഓക്കെ അത് വിടും. അപ്പൊ ഇന്ത്യൻ തന്നെ പ്ലേയേഴ്സ് ഈവൻ കൈഫ് ആണെങ്കിലും അതുപോലെ തന്നെ ഇർഫാൻ പത്താൻ ആണെങ്കിലും ദിനേഷ് കാർത്തിക് ആണെങ്കിലും അശ്വിൻ ആണെങ്കിലും ഒരുപാട് ആൾക്കാർ ബാക്ക് ടു ബാക്ക് ഈ 3 ഇന്നിങ്സിനേക്കാൾ മുമ്പ് തന്നെ സഞ്ജുവിനെ പറ്റി സംസാരിക്കുന്നത്. കാരണം ഫീൽഡിംഗ് ആണെങ്കിലും ബാറ്റിംഗ് ആണെങ്കിലും ഒരു 150 കോൺട്രിബ്യൂഷൻ ചെയ്യുന്ന ഒരു പെർസെന്റ് ഇതിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. ഒരു കംപ്ലീറ്റ് ആയിട്ട് ഒരു ക്യാച്ചസ് ആണെങ്കിലും ബൗണ്ടറി സേവ് ആണെങ്കിലും അല്ലെങ്കിൽ വിക്കറ്റ് കീപ്പർ ആണെങ്കിൽ ഒരു
എല്ലാവർക്കും ഒരു കോൺഫിഡൻ്റ് ഉള്ള ഒരു വിക്കറ്റ് കീപ്പേഴ്സ്, അതുപോലെ തന്നെ ബാറ്റിംഗിൽ നല്ല പവർ ഹിറ്റിംഗ്, ഏത് ബോളർ ആണെങ്കിലും അടിച്ച് വെളിയിൽ ഇടാനുള്ള ഒരു കാലിബർ ഉള്ള ഒരു പ്ലെയർ. അതെ, അതില് രണ്ട് കാര്യങ്ങളാണ്. ഒന്നാമത് ഈ സഞ്ജുവിന്റെ ക്യാരക്ടർ എന്ന് പറയുന്നത് ഭയങ്കര ഡൗൺ ബർത്ത് ആണ്. ഡൗൺ ബർത്ത് ഇങ്ങനെ ഒരു എക്സ്ട്രാ സെലിബ്രേഷനോ ആൾക്കാർ ഒരു വെറുപ്പിക്കുന്ന രീതിയിലുള്ള ഒരു എലമെന്റ് സഞ്ജുവിന്റെ ബോഡി ലാംഗ്വേജിലില്ല. എന്നിട്ടും ഇത്രക്കും പവർഫുൾ ഷോട്ട് ഭയങ്കര ഹ്യൂജ് സിക്സസ്, എല്ലാ ആംഗിളിലേക്കും വളരെ കൂളായിട്ട് സിക്സ് അടിക്കാൻ പറ്റുന്ന അവന്റെ ആ ഒരു കാലിബറിനെ ഈ ഒരു 3 ഇന്നിങ്സിന് മുമ്പ് തന്നെ ഒരുപാട് ആൾക്കാർ ഇതിനെ വിലയിരുത്തിക്കൊണ്ടും ഇതായിക്കൊണ്ടും. പക്ഷെ എന്തുകൊണ്ടായിരിക്കും ഇത്രക്കും ഈ സോഷ്യൽ മീഡിയന്റെയും ഇല്ലെങ്കിൽ ആൾക്കാരുടെയും ഈ ഒരു ഫോഴ്സിന് വരെ ഈ സെലക്ഷൻ ടീം കാത്തിരുന്നെന്ന് നമുക്ക് പറയാൻ പറ്റും. അത് 100% യൂസ് ചെയ്യേണ്ട ഒരു ടാലന്റ് ആയിരുന്നു. പക്ഷെ മുമ്പൊക്കെ കുഴപ്പമില്ലായിരുന്നു. ധോണി, കോഹ്ലി, രോഹിത്, ഇങ്ങനെ ഒരുപാട് പ്ലേയേഴ്സ് ഉണ്ടായിരുന്നു. പക്ഷെ ഈ ടൈമിലൊക്കെ സഞ്ജുവിനെ മെയിൻ ആയിട്ട് കളിപ്പിക്കണം. കാരണം അത്രയധികം ടാലന്റഡ് ആയിട്ട് ഇപ്പൊ കോഹ്ലിക്ക് ശേഷം അല്ലെങ്കിൽ രോഹിത്തിന് ശേഷം ആ ഒരു ലെവലിലേക്ക് റിപ്ലേസ് ചെയ്യാൻ പറ്റിയ ഒരു പ്ലെയർ ആണെങ്കിൽ സഞ്ജു സാംസൺ ആണ്. കാരണം ഹിറ്റിംഗ് ആണെങ്കിലും ബാക്കി മെച്യൂരിറ്റി ആണെങ്കിലും ഗ്രൗണ്ടിലുള്ള കാം കാര്യങ്ങളെല്ലാം ആണെങ്കിലും ഗ്രൗണ്ടിന് മാച്ചിന്റെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുന്ന കാര്യമാണെങ്കിലും എന്തുകൊണ്ടും 100% പെർഫെക്റ്റ് ആയിട്ട് തോന്നുന്ന ഒരു പ്ലെയർ ആണ്. പക്ഷെ അതുകൊണ്ട് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് അങ്ങനെയാണ്, കണ്ടിന്യൂസ് വരുന്ന ODI സീരീസിൽ മസ്റ്റ് ആയിട്ട് സഞ്ജു സാംസൺ ഉണ്ടാവണം എന്നാണ്. കാരണം ഞങ്ങൾ കളി കാണാനുള്ള ഒരു ഇൻട്രസ്റ്റ്, കളി കാണുന്നവരുടെ ഒരു ആവശ്യമാണ് സഞ്ജു സാംസൺ ടീമിൽ വേണമെന്നുള്ളത്. അല്ല, ഇതിപ്പോ നമ്മളെപ്പോലുള്ള ഒരു ഫാൻസോ ഇല്ലെങ്കിൽ ഇങ്ങനെ ഏതെങ്കിലും ഇങ്ങനെ വ്ളോഗർമാരോ ഇല്ലെങ്കിൽ സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്ന ആൾക്കാരോ പറയുന്ന വാക്കുകളല്ലോ. ഇപ്പൊ വെസ്റ്റ് ഇൻഡീസിനെതിരായിട്ടുള്ള കളിക്ക് ശേഷം സാക്ഷാൽ സച്ചിൻ തെണ്ടുൽക്കർ ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് സഞ്ജുവിനെ കുറിച്ചിട്ട് പറഞ്ഞത്. സഞ്ജുവിന്റെ സ്റ്റാർട്ടിങ് ഫ്രം ദ ബിഗിനിങ്, പിന്നെ ആ ഒരു മറ്റേ പവർ പ്ലേയിൽ റൺസ് കയറ്റാനുള്ള അവൻ്റെ ആ ഒരു ശൗര്യവും അവൻ്റെ ആ ഷോട്ടിന്റെ പവറും അവൻ്റെ ആ ഷോട്ടിന്റെ ബ്യൂട്ടിയും എല്ലാം അത് കഴിഞ്ഞിട്ട് പിന്നെ 18ാമത്തെ ഓവർ വരെ വിക്കറ്റ് ഇങ്ങനെ ഫ്ലോ ആയിക്കൊണ്ട് വരുന്നത്. ഇതൊരു ചേസിങ് ഗെയിമാണ്. 196 റൺസിന്റെ ചേസിങ് ഗെയിമിൽ ഈ പറഞ്ഞ പോലെ 10 റൺ എടുത്തിട്ട് പിന്നെ ഇഷാൻ കിഷൻ ഔട്ട് ആവുന്നുണ്ട്. നല്ല ഫോമിലുള്ള ഒരേ ഒരു ബാറ്റ്സ്മാൻ സഞ്ജുവിന്. അല്ലാണ്ട് പിന്നെ മൊത്തത്തിൽ ഇന്ത്യയിലുള്ള ഒരു ബാറ്റേഴ്സിന്റെ നോക്കുകയാണെങ്കിൽ നോക്കൌട്ട് റൗണ്ടിലേക്ക് എത്തുമ്പോൾ ഇല്ലാണ്ട് സൂപ്പർ എട്ടിലേക്ക് എത്തുമ്പോഴത്തേക്ക് സൂര്യ കംപ്ലീറ്റ്ലി ഫെയിലാണ്. പിന്നെ അഭിഷേക് ശർമാവും കംപ്ലീറ്റ്ലി ഫെയിലാണ്. പിന്നെ അതേപോലെ തന്നെ അതിന്റെ ബാക്കിൽ നിന്ന് വരുന്ന പിന്നെ തിലക് വർമ്മക്കാണെങ്കിൽ ഒട്ടും സ്ട്രൈക്ക് റേറ്റ് ഇല്ല. 30 റൺ എടുക്കുമ്പോൾ 25 ബോളല്ല 30 റൺ എടുക്കുന്നത്. അപ്പോൾ ഈ ഒരു ടൈമില് 200 സ്ട്രൈക്ക് റേറ്റ് നിലനിർത്തിക്കൊണ്ട് ഒരു ഷോട്ട് പോലും ഓൺ എയറിൽ അടിക്കാണ്ട് ബ്ലൈൻഡ് ഷോട്ട് ഇല്ലാണ്ട് വളരെ കൂളായിട്ട് ഒരു പക്ക സ്റ്റാൻഡിങ്ങിൽ ആ ഒരു ഇന്നിങ്സ് കൊണ്ടുപോകേണ്ട ഒരു ബ്യൂട്ടി അറ്റ് ദ എൻഡ് സാക്ഷാൽ ധോണിയെല്ലാം ഫിനിഷ് ആക്കുന്ന പോലെ ഒരു 1.5 സിക്സ് ഒന്നിട്ടിട്ട് അതിന് ഫിനിഷ് ആക്കുന്ന ആ ഒരു ഇന്നിങ്സിന്റെ ബ്യൂട്ടി ഉണ്ടല്ലോ. ഇൻഡിവിജ്വൽ സ്കോർ ഓഫ് സെഞ്ചുറി അടിക്കുന്നുണ്ടെങ്കിൽ അവിടെ ആ കൂളായിട്ട് നോക്കി നിന്നിട്ട് ഒരു പേഴ്സണൽ ഗെയിൻ ഒട്ടും ടാർഗറ്റ് ഇല്ല. അതുകൊണ്ടാണ് മാച്ച് ഈസി ആയിട്ട്. ഒരുപക്ഷെ വേറൊരു പ്ലെയർ ആയിരുന്നെങ്കിൽ ചിലപ്പോ പേഴ്സണൽ സെഞ്ചുറി അങ്ങനെയൊക്കെ മൈൻഡിൽ വന്നിട്ട് ചിലപ്പോ കളീനെ കൊന്നേ. തീർച്ചയായിട്ടും ഒരു നല്ലൊരു സൂപ്പർ ചേസ് ആണ് ആ മാച്ചിൽ കണ്ടത്. അപ്പൊ തന്നെ ഇംഗ്ലണ്ടിന് പറ്റിയൊരു എതിരാളി എന്ന് എല്ലാവരും പറഞ്ഞു. കാരണം ഇംഗ്ലണ്ട് ഒരു മൈറ്റി ഇംഗ്ലണ്ട് ആയിരുന്നു. അവര് ഒരു കിടിലൻ മീൻസ് സെറ്റായിട്ട് എല്ലാ രീതിയിലും ഒരു വൺ സൈഡ് ആയിട്ട് ജയിച്ചുകൊണ്ട് വന്നിരുന്ന ടീമായിരുന്നു. പക്ഷെ ഇംഗ്ലണ്ട് ആ ഒരു ഫൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഇംഗ്ലണ്ടിന്റെ സൂപ്പർ ബാറ്റിംഗ് ആയിരുന്നു ഇംഗ്ലണ്ടിന്റെ ബാറ്റിംഗ്. പക്ഷെ അതിപ്പോ സഞ്ജുവിന്റെ കാര്യം തന്നെ പറയുമ്പോൾ ഇംഗ്ലണ്ടിനോട് അഗെയിൻസ്റ്റ് സെമി ഫൈനൽ കളിക്കുന്ന സമയത്ത് ഈ ആൾക്കാരെല്ലാം ഇൻക്ലൂഡിങ് ഇന്ത്യന്റെ സെലക്ടേഴ്സ് അടക്കം കൊടുത്തിട്ട് ഒഫീഷ്യലായിട്ട് പോസ്റ്റ് ചെയ്ത ഒരു കാര്യമാണ്. സഞ്ജുവിന്റെ ഇതിന് മുമ്പത്തെ ഉള്ള കരിയർ നോക്കുകയാണെങ്കിൽ അഗെയിൻസ്റ്റ് ഇംഗ്ലണ്ട് ഈ ആർച്ചർ എന്ന് പറയുന്ന ഒരു വേൾഡ് ക്ലാസ് ബോളേഴ്സിന്റെ ഇടയിൽ ഓന് 3 പ്രാവശ്യം 4 പ്രാവശ്യം ഡിസ്മിസൽ ആയിട്ടുണ്ട്. 15 റൺസ് ടോട്ടൽ റൺ എടുത്തിന് ആകെ 20 റൺസ് സംതിങ് ഉള്ളൂ. ഒരു ടോപ്പ് സ്കോർ എടുത്തിന് 15 റൺസ് ആണ് അഗെയിൻസ്റ്റ് ഇംഗ്ലണ്ടിനെതിരെ. അവന്റെ 3-4 ഇന്നിങ്സിൽ കൂടിയിട്ട് ആകെ 20 റൺസ് പ്ലസ് ചെയ്യുള്ളൂ. അതിൽ 3-4 പ്രാവശ്യം ഈ പറഞ്ഞ പോലെ ആർച്ചർ ഔട്ട് ആക്കിയിട്ടുണ്ട്. സോ ആർച്ചറിനെതിരെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. മുമ്പത്തെ കളി നോക്കണ്ട, അതൊരു ലെക്കാണ് എന്ന് പറഞ്ഞിടക്ക് ആർച്ചറിന് മാത്രം സഞ്ജു അടിച്ചു കൂട്ടിയത് 4-5 സിക്സ്. ആ ഒരു പേസിൽ വരുമ്പോ അത് കറക്റ്റ് മിഡിൽ ബാറ്റ് ചെയ്തിട്ട് കറക്റ്റ് വിചാരിച്ചത് 145 പ്ലസ് ബോൾ മാത്രം ആർച്ചറിന് അടിച്ചു കൂട്ടിയത് 4 സിക്സറുകളാണ്. അത് പടുക്കൂറ്റൻ സിക്സറുകൾ. അതിലൊരു 3 സിക്സ് ആയിരുന്നെങ്കിൽ തന്നെ കളി തോറ്റത്. 7 റണ്ണിന് ജയിച്ചതാണ്. അതാ പറയുന്നത്. ആ ഒരു ലെവലിൽ തന്നെ ആർച്ചർ അത്രയ്ക്കും ഒരു പ്രഷർ. സെമിഫൈനലാണ് ഇംഗ്ലണ്ടാണ്, ആർച്ചറാണ്. പിന്നെ നല്ല വേരിയേഷൻ, നല്ല പേസിൽ എറിയുന്ന ഒരു ഡെഡ്ലി ബോളറാണ്. ആ ഒരു ഇതിൽ വരെ ആ 200 എന്നുള്ള സ്ട്രൈക്ക് റേറ്റ് അപ്പം മുതൽ ഇങ്ങനെ കൊണ്ടുപോകാൻ തുടങ്ങിയിട്ടുണ്ട്. റൈറ്റ് തിങ് ആണ് ആ ഒരു മാച്ച്. ഓരോ മാച്ചും ആ 3 മാച്ചും
റിയലി ഇമ്പോസിബിൾ എന്നല്ല. അതെ. അതിനുശേഷം ഇപ്പൊ അത് മാത്രമല്ല, ഇപ്പൊ ടോട്ടൽ ടൂർണമെന്റിൽ നോക്കുകയാണെങ്കിൽ ഇപ്പൊ ഇന്ത്യ 4 പ്രാവശ്യമായിട്ട് സെമി ഫൈനൽ കളിച്ച്, ഒരു പ്രാവശ്യം തോറ്റ് 3 പ്രാവശ്യം കപ്പടിച്ച് 2020 ടൂർണമെന്റിൽ. അപ്പോൾ അതിൽ 3 പ്രാവശ്യവും പാർട്ടിസിപ്പേറ്റ് ചെയ്ത ഒരു പ്ലെയറാണ് സാക്ഷാൽ വിരാട് കോഹ്ലി. അപ്പോൾ അതിൽ ഇതുവരെ ഈ ഒരു ഇന്ത്യൻ ബാറ്റ്സ്മാൻ ഇതുവരെ ഒരു 8 ഇന്നിങ്സിലായിട്ട് ഇല്ല 9 ഇന്നിങ്സിലായിട്ട് ഏറ്റവും കൂടുതൽ സ്കോർ ചെയ്തത് 319 റണ്ണാണ് ഒരു ഇന്ത്യൻ ബാറ്റർ. മൊത്തം ഒരു കംപ്ലീറ്റ് ടൂർണമെന്റിൽ ഒരു ഇന്ത്യൻ ബാറ്റ്സ്മാൻ 8 ഇന്നിങ്സ് എല്ലാം കളിച്ചിട്ട്. ഇത് ആദ്യം മുതലേ സഞ്ജുവിനെ ഇങ്ങനെ ബെഞ്ചിലെത്തുന്നുണ്ട്, എടുക്കുന്നില്ല. എഗെയിൻസ്റ്റ് സൗത്ത് ആഫ്രിക്കക്ക് വരെ സൗത്ത് ആഫ്രിക്കക്കെതിരെ 100% സൗത്ത് ആഫ്രിക്കക്കെതിരെ നല്ല പിന്നെ ആവറേജ് ഓൾറെഡി സഞ്ജുനുണ്ട്, എക്സെപ്റ്റ് ബാക്കിയുള്ള പ്ലേയേഴ്സിനെക്കാളും. അപ്പോഴാണ് ഒരു മാധ്യമ പ്രവർത്തകന് നമ്മളെ ക്യാപ്റ്റൻ സൂര്യകുമാറിനോട് ചോദിക്കുന്നത്, പിന്നെ അറ്റ്ലീസ്റ്റ് സൗത്ത് ആഫ്രിക്കക്കെതിരെ നല്ല ഒരു ആവറേജ് ഉണ്ട്, ഇതിന് മുമ്പത്തെ ന്യൂസിലാൻഡ് സീരീസിനെ മാത്രം നിങ്ങൾ ഇങ്ങനെ നോക്കിയിട്ട് വെക്കണ്ട ജസ്റ്റ്. അപ്പോൾ ആദ്യം ചോദിക്കുന്നത് ആരുടെ ഞാനിത് ഇറക്കേണ്ടത്, ഇത് അഭിഷേകിന്റെ ഇടയിലാണോ ഇല്ല സൂര്യയുടെ? അപ്പോൾ വേറെ ഒരുപാട് ആങ്കേഴ്സ് എല്ലാം ഇതേ സൂര്യനെ നല്ലോണം ട്രോൾ ചെയ്തിട്ട് ഓരോടല്ല പറ്റുവാണെങ്കിൽ നീ തന്നെ ഇറങ്ങിയിട്ട് ഈ പറഞ്ഞ പോലെ സഞ്ജുവിനെ പ്ലേസ്മെന്റ് ആക്കിയാ വരെ ഇന്ത്യക്ക് വർത്താണെന്നാ പറയുന്നത്. ടീമിൽ ക്യാപ്റ്റൻ എന്ന് വെച്ചാൽ ഓൾമോസ്റ്റ് ക്യാപ്റ്റൻ പോലുള്ള ആൾക്കാർ തന്നെ ഉണ്ട്. IPL ആണെങ്കിൽ ലീഡ് ചെയ്യുന്നത് സഞ്ജു ആണെങ്കിലും ഒക്കെയാണ്. പക്ഷേ സൂര്യയുള്ള ഒരു വെരി വീക്ക് പെർഫോമൻസ് ആയിരുന്നു. കാരണം വീക്ക് എന്ന് പറയാൻ വെറുതെ പറയുന്നല്ലേ, കപ്പടിച്ചോണ്ട് സൂര്യ കൊണ്ട് കപ്പടിച്ചെന്ന് ഒരിക്കലും നമുക്ക് പറയാൻ പറ്റില്ല. കാരണം സൂര്യയുടെ ക്യാപ്റ്റൻസി 0 ആണ്. ഞാൻ ഈ പറഞ്ഞ ബുംറ എന്ന് പറയുന്ന ഒരു എക്സ്ട്രാ ഓർഡിനറി ബൗളർ ഇല്ലായിരുന്നെങ്കിൽ ഇംഗ്ലണ്ടിനെതിരെ സെമിയില് ഇങ്ങനെ ഒരു സംശയമില്ല ഫ്ലോപ്പ് ഡിസിഷൻ ആണ്. കാരണം സൂര്യ എന്ന് വെച്ചാല് പിന്നെ പല ടീംസിനെതിരെ ഈവൻ നമീബിക്കെതിരെ കളിച്ചു, പിന്നെ അതേപോലെ USA-ക്കെതിരെ കളിച്ചു. ഇവരൊക്കെ ഓൾമോസ്റ്റ് 170 ഒക്കെ ഇന്ത്യക്കെതിരെ അടിച്ചിട്ടുണ്ട്. USA ചിലപ്പോൾ ജയിച്ചെന്നൊക്കെ ചില ടൈമിൽ തോന്നിയ കളിയാണ്. പക്ഷേ ഈ ധോണിയൊക്കെ ക്യാപ്റ്റൻ ആയിരുന്ന 100 റണ്ണിലൊക്കെ ജയിക്കേണ്ട കളിയാണ് സൂര്യ ഓൾമോസ്റ്റ് ക്ലോസ് ആയിട്ട് ജയിക്കുന്നത്. എല്ലാ കളി ക്ലോസ് ആയിട്ട് ജയിക്കുന്നുണ്ട്. സൂര്യന്റെ ഒരു വീക്കുണ്ട്. കാരണം അങ്ങനെ വെച്ചാൽ ഇന്ത്യയുടെ അത്രയധികം ടാലന്റഡ് ബോളേഴ്സും ബാറ്റ്സ്മാൻ ഉള്ളത് കൊണ്ടാണ് ഇന്ത്യ കപ്പടിക്കുന്നത്. ആ സൂര്യന്റെ ക്യാപ്റ്റൻസി ഒന്നുമല്ല. കാരണം ഇതേ ഒരു ടീം ഓൾറെഡി വിരാട് കോഹ്ലി, രോഹിത്, ധോണിയൊക്കെ ആയിട്ട് ഒരു സെറ്റ് ടീം ഇന്ത്യക്ക് ഉണ്ട്. നല്ല ടാലന്റഡ് പ്ലേയേഴ്സ് ഉണ്ട്. അതുപോലെ തന്നെ ബുംറയെ പോലത്തെ അൺബിലീവബിൾ പ്ലേയേഴ്സ് ഉണ്ട്. അതുകൊണ്ടാവും കളി ജയിക്കും. അത് സൂര്യക്ക് ഇതൊന്നും പറയാനുള്ള ഒരു ക്വാളിറ്റി ഇല്ല. സൂര്യന്റെ ക്യാപ്റ്റൻസിയില് ബോളിംഗ് സമയത്ത് ഇന്ത്യ ബോളേഴ്സിന്റെ അടുത്ത് ഓൾമോസ്റ്റ് 200 കൊടുക്കുന്നത് മാത്രമല്ല, സഞ്ജു പുറത്തിരിക്കുന്ന ഒരു കളിയിൽ പോലും ഒരു ടീമിനോടും ഇന്ത്യ 200+ അടിക്കുന്നില്ല. അതൊരു ബിഗ് ഫാക്ടറാണ്. പക്ഷെ സഞ്ജു എൻട്രായ ഒരു കളിക്ക് പോലും 200 തന്നെ താഴെയില്ല. എല്ലാ കളിക്കും ഓട്ടോമാറ്റിക്കലി മീൻസ് ഫസ്റ്റ് ബാറ്റ് ചെയ്യുന്ന കളിക്ക് 200+ തന്നെയാണ്. 200+ വളരെ കൂളായിട്ടാകുന്ന ഒരു എക്സ് ഫാക്ടറാണ് സഞ്ജു സാംസൺ എന്നാണ് പിന്നെ കഴിഞ്ഞ ദിവസം എക്സില് മുഹമ്മദ് കൈഫ് സഞ്ജുവിനെ കുറിച്ച് പറഞ്ഞത്. അപ്പോൾ നമ്മളെപ്പോലുള്ള സാധാരണക്കാരോ ലോക്കൽ ഫാൻസോ അല്ല ഇതിനെ കുറിച്ചിട്ട് സംസാരിക്കുന്നത്. അപ്പൊ ഇതിന് അപ്കമിങ് ഉള്ള കരിയറിൽ ഇവൻ 20-ലാണെങ്കിലും 20-ൽ ഇനിയിപ്പോ ഒരു പക്ഷെ നമുക്ക് തോന്നുന്നു അടുത്തൊരു 2 ഇയേഴ്സിന് സഞ്ജുവിന്റെ ആ ഒരു സേഫ് ആയിരിക്കണം, അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് വിമർശനങ്ങൾ നേരിടേണ്ടി വരും. അതിനെതിരെ പല രീതിയിലുള്ള പൊളിറ്റിക്സോ ഇല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിലോ ഒരു ആക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു മടിയാണ് സഞ്ജു കളിച്ചിട്ട്. കാരണം ഇവിടെ ഡൽഹി, പിന്നെ മുംബൈ ലോബീസ് സംഭവങ്ങളൊക്കെ അങ്ങനെയുള്ള ആ ആക്സെപ്റ്റ് ചെയ്യാനുള്ള മടി തന്നെയാണ് നമുക്ക് തോന്നുന്നത്. കാരണം ഒരുപാട് ആൾക്കാർക്ക് ഈ സെയിം അഭിപ്രായം തന്നെയാണ് അവർക്ക്. കാരണം അത്രയും തോന്നിപ്പിക്കുന്നുണ്ട് പബ്ലിക്കിന്. കാരണം അവർ ആ ഒരു രീതിയിൽ ഒരു സെക്യൂരിറ്റി ടീമിൽ ഒരു നല്ലൊരു പൊസിഷനും നല്ല രീതിയിൽ കൊടുത്തു കഴിഞ്ഞാൽ എത്രയോ ലെവലിലേക്ക് ഓൾറെഡി നല്ല ടാലന്റഡും ആണ്, പിന്നെ നല്ലൊരു ബെസ്റ്റ് ഫീൽഡറാണ്, ബെസ്റ്റ് കീപ്പറാണ്. ഇതൊക്കെ ഒരു ടീമിലേക്ക് എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു പ്ലെയർ ആണ്. ഇപ്പൊ ഈ IPL-ന്റെ തന്നെ ടൈമിൽ കണ്ടു രാജസ്ഥാന് വിട്ടുകൊടുക്കാൻ മടി കാണിക്കുന്നുണ്ട്. അപ്പൊ അതുപോലെ ചെന്നൈ അവർക്ക് 2 പ്ലെയർ സാം കറനും ജഡേജനും കൊടുത്തിട്ട് അവരെ ഒരു ലോയൽ പ്ലെയർ ആണ്. ഞാൻ ശരിക്കും അത്ഭുതപ്പെടുത്തിയത് പേഴ്സണലി. കാരണം ജഡേജ ഇപ്പൊ ധോണിനെ തലനേഞ്ഞ പിന്നെ റെയ്ന ഒഴിവായതിനു ശേഷം ചെന്നൈ സൂപ്പർ കിങ്സിന്റെ ഒരു ചിന്ന തല എന്ന് പറയുന്നത് ജഡേജ. 2 പ്രാവശ്യം സ്വന്തം കഴിവുകൊണ്ട് തന്നെ ജഡേജ കപ്പെടുത്തിന്. ഒരു 2 ബോളിൽ 10 റണ്ണുമാണ് കപ്പടിച്ചത്. 2 ബോളിൽ 10 റണ്ണാകുമ്പോൾ ഒരു 6ഉം ഒരു 4ഉം അടിച്ചിട്ട് ഇപ്പൊ ലാസ്റ്റ് തന്നെ മുമ്പത്തെ കപ്പ് അങ്ങനെയാണ് അടിച്ചത് ചെന്നൈ സൂപ്പർ കിങ്സ്. അപ്പൊ അങ്ങനെ ഒരു പ്ലേയേഴ്സിനെ വിട്ടുകൊടുത്തിട്ട് സഞ്ജുവിനെ വരികയാണെങ്കിൽ നോ പ്രോബ്ലം എന്ന് പറയണമെങ്കിൽ സൗത്ത് ഇന്ത്യക്ക് മാത്രമാണ് ഈ ഒരു 100% ഇവന്റെ ടാലന്റിനെ കുറിച്ചിട്ടുള്ള മതിപ്പ്. രാജസ്ഥാനാണെങ്കിലും 18 crore+ാണ് സഞ്ജുവിനെ റിട്ടേൺ ചെയ്ത് വെക്കുന്നത്. അവൻ ആ ഒരു
ടോപ്പസ്റ്റ് പ്ലെയർ എന്നുള്ള തന്നെയാണ് കാണിക്കുന്നത്. ഇപ്പൊ ഓപ്ഷനിൽ പോവാണെങ്കിലും ഒരു ഹൈ എൻഡ് പ്രൈസ് സഞ്ജുവിന് കിട്ടുമായിരുന്നു. പക്ഷേ ഈ ഒരു BCCI ഇല്ലെങ്കിൽ ഈ ഒരു ടീം ഇന്ത്യയുടെ സെലക്ഷൻ കമ്മിറ്റിയോ അല്ലെങ്കിൽ അതിന്റെ ഉള്ള ചുറ്റിപ്പറ്റി നടക്കുന്ന ഒരു ലോബിയാണ് സഞ്ജുവിനെ ഒരു ആഗ്രഹിക്കാറ്. പക്ഷെ ഞങ്ങൾ പറയുന്നതല്ല, പക്ഷെ ഇനിയെങ്കിലും അതെല്ലാവരും സഞ്ജുവിനേക്കാൾ ഒരു ബെസ്റ്റ് ഒരു ടാലന്റഡ് ഒരു പവർ ഹിറ്റർ ഇല്ലെങ്കിൽ അത്രയ്ക്കും നല്ലൊരു പ്ലെയർ ഇല്ല ODI ലിമിറ്റഡ് ഓവർ ഫോർമാറ്റിൽ അറ്റ്ലീസ്റ്റ് 2020 ഇല്ലെങ്കിലും ODI ഇത് രണ്ടിലും. ടെസ്റ്റിൽ പിന്നെ കുഴപ്പമില്ല എന്ന് പറയാം, പ്രശ്നമല്ല. ചിലപ്പോൾ സ്ലോ സഞ്ജുവിന് ടെസ്റ്റിൽ കിട്ടിയാൽ ജസ്റ്റ് ചിലപ്പോൾ അടിച്ച് കളിക്കുമായിരിക്കും, ചിലപ്പോൾ ബോൾ ടു ബോൾ കളിക്കും. അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല. ഡിവിലിയേഴ്സ് ഒക്കെ കളിച്ച് ODI കളിച്ച് 100+ സ്ട്രൈക്കർ ആയിട്ടുള്ളതാണ്. പിന്നെ നല്ലൊരു ആവറേജ് ഉണ്ട്, 50+ ആവറേജിലാണ് ഡിവിലിയേഴ്സ് മൊത്തം കരിയർ കളിച്ച്. അപ്പൊ അങ്ങനെയൊക്കെ സഞ്ജുവിന് കൂളായിട്ട് കളിക്കാം. അപ്പൊ അത് ODI പറ്റുമെങ്കിൽ മറ്റേതിലും ഉണ്ടാവട്ടെ എന്ന് ആഗ്രഹിക്കുന്നത്. അല്ല, അക്കോർഡിംഗ് ടു 2020 കരിയറിനേക്കാളും നിലവിലെ ഇന്റർനാഷണൽ ODI കരിയറിൽ സഞ്ജുവിന് ഇപ്പോഴും 55+ ആവറേജ് ഉണ്ട്. അതുണ്ട്. അത് അവസാനം ഇതിൽ സെഞ്ചുറി അടിച്ചിട്ടുണ്ട്.